ഹലോ ഫ്രണ്ട്സ്, 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് മോക്ക് ടെസ്റ്റ് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. അപ്പൊ കേരള ഹൈക്കോടതിയുടെ നിലവിലെ 40ാമത് നിലവിലെ 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻ സെൻ. രണ്ടാമത്തെ ചോദ്യം, KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? KSRTCയുടെ നിലവിലെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, മോഹൻലാൽ ആണ് കേട്ടോ. അപ്പൊ KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി ഏതാണ്? കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉച്ചകോടിയുടെ അഥവാ AI ഉച്ചകോടിയുടെ വേദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, കോവളമാണ്. പഠിച്ചു വെക്കണേ, കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി കോവളം. നാലാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊട്ടാരക്കരയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം കൊട്ടാരക്കര. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം, ബേഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം? ബേഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി, നമ്മുടെ കേരളമാണ് കേട്ടോ. പഠിച്ചു നോക്കണേ, ബേഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, കോഴിക്കോടാണ് കേട്ടോ. ഓപ്ഷൻ എ, കോഴിക്കോടാണ്. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ വിമാനത്താവളം ഏത്? ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ വിമാനത്താവളം? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, കൊച്ചിയാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്, അഥവാ സിയാൽ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചിയാണ് കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കേട്ടോ, സിയാൽ. അടുത്ത ചോദ്യം, കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കായുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, സ്നേഹം പദ്ധതിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഈ ഒരു സ്നേഹം പദ്ധതി നടപ്പിലാക്കുന്നത്. കുട്ടികളുടെ മാനസിക സുസ്ഥിരതയ്ക്കായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹം പദ്ധതി. അടുത്ത ചോദ്യം, വയോജന ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം? വയോജന ബജറ്റ് അവതരിപ്പിച്ച നമ്മുടെ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, കേരളമാണ് കേട്ടോ. അപ്പൊ വയോജന ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു ഏതാണ്? അപ്പൊ അടുത്തിടെ പ്രഖ്യാപിച്ച കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ബാസിലസ് സബ്റ്റിലിസിസ് ആണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു ബാസിലസ് സബ്റ്റിലിസിസ് ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ പാലം ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ പാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, പെരുമ്പളം പാലമാണ് കേട്ടോ. പഠിച്ചു നോക്കണേ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ പാലം പെരുമ്പളം പാലം, ആലപ്പുഴ ജില്ലയിലാണ് പെരുമ്പളം പാലം ഉള്ളത് കേട്ടോ. അതോടെ അറിഞ്ഞിരിക്കണം. ഏത് ജില്ലയിലാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ്? കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കേരള സവാരിയാണ് കേട്ടോ, കേരള സവാരി. അടുത്ത ചോദ്യം, കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സഞ്ജു സാംസൺ ആണ് കേട്ടോ. അപ്പൊ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ടാക്സി ആയിട്ടുള്ള കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ സഞ്ജു സാംസൺ ആണ്.
അടുത്ത ചോദ്യം, കേരള ജിനോം ഡേറ്റ സെന്റർ എവിടെയാണ്? കേരളത്തിലെ ജിനോം ഡേറ്റ സെന്റർ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, തിരുവനന്തപുരത്താണ് കേട്ടോ. പഠിച്ചു നോക്കണേ. കേരള ജിനോം ഡാറ്റ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, അപൂർവ രോഗികൾക്കായുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? അപൂർവ രോഗികൾക്കായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അപൂർവ രോഗമാണ്. ഇപ്പൊ ഏതായിരിക്കും? അപൂർവ രോഗമാണ് നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ കെയർ ചെയ്യേണ്ടതായിട്ട് വരത്തില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ കെയർ പദ്ധതിയാണ്. ഓപ്ഷൻ ബി കെയർ ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപൂർവ രോഗികൾക്കുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ പദ്ധതി കേട്ടോ, കെയർ. അടുത്ത ചോദ്യം, 2026 50 വർഷം പൂർത്തിയാക്കിയ അണക്കെട്ട് ഏതാണ്? അഥവാ ഡാം ഏതാണെന്നാണ്. ഇപ്പൊ 2026 50 വർഷം പൂർത്തിയാക്കിയ അണക്കെട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഇടുക്കിയാണ് കേട്ടോ. അപ്പൊ 2026 50 വർഷം പൂർത്തിയാക്കിയ അണക്കെട്ട് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത, നിർമ്മിക്കാൻ പോകുന്ന ഇരട്ട തുരങ്കപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, കോഴിക്കോട് വയനാടാണ് കേട്ടോ, കോഴിക്കോട് വയനാട്. പണി തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം, ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, കേരളമാണ് കേട്ടോ. അപ്പൊ ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അടുത്ത ചോദ്യം, AI അധിഷ്ഠിത വന്യജീവി പ്രതിരോധ സംവിധാനം ഏതാണ്? AI അധിഷ്ഠിത വന്യജീവി പ്രതിരോധ സംവിധാനം. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഫാം ഗാർഡ് ആണ് കേട്ടോ. അപ്പൊ AI അധിഷ്ഠിത വന്യജീവി പ്രതിരോധ സംവിധാനം ഫാം ഗാർഡ് ആണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, വിശ്വനാഥ് സിൻഹയാണ് കേട്ടോ. അപ്പൊ പഠിക്കണേ, കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ ക്ലാസ്സിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് എല്ലാ ദിവസവും വൈകുന്നേരം ലൈവ് ക്ലാസ്സസും, ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസും നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെയും PDF നോട്ട്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പം മിക്ക ദിവസവും നമ്മൾ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, പരീക്ഷകൾ വരുന്നത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 2025 ജനുവരി മുതൽ 2026 ജൂൺ മാസം വരെയുള്ള മുഴുവൻ പ്രധാന മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം നോട്ടും ക്ലാസ്സസ്, റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ അന്ന് വരെ ആയിരിക്കും, VFA വരെ ആയിരിക്കും ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പം ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇനി അടുത്ത വർഷം നടക്കുന്ന LDC 2027 പരീക്ഷയ്ക്കും വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിന്റെ എല്ലാ PDF നോട്ട്സും റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതായിരിക്കും. നിങ്ങൾ എന്നിലൊന്ന് വിശ്വസിച്ച് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതായിരിക്കും. കഴിഞ്ഞ നടന്ന പരീക്ഷകൾക്കൊക്കെ നമ്മുടെ ബാച്ചിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നത്. നമ്മുടെ ബാച്ചിലുള്ള കൂട്ടുകാർക്കെല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഏകദേശത്തോളം 100-ലധികം പേര് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യമേ, DRDO വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ അപ്പൊ ഏതാണ് DRDO വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, പ്രളയ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി പ്രളയ് ആണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? 2025 കണക്ക് പ്രകാരമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഈ 2025 വർഷത്തിലെ കണക്കുകൾ പ്രകാരം നമ്മൾ ചൈനയെ മറികടന്ന് ഇപ്പം ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് കേട്ടോ. അതോടെ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ അമോണിയ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ അമോണിയ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ അമോണിയ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, എ ഐ ഇന്ത്യ ഇമ്പാക്ട് സമ്മിറ്റ് 2026 നടന്നത് എവിടെയാണെന്നാണ്. അതായത് എ ഐ ഇന്ത്യ ഇമ്പാക്ട് സമ്മിറ്റ് 2026 വേദി എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു. എ ഐ ഇന്ത്യ ഇമ്പാക്ട് സമ്മിറ്റ് 2026 നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു നടന്നത്. അടുത്ത ചോദ്യം, എ ഐ മുഖം തിരിച്ചറിയൽ ഹാജർ സംവിധാനം നടപ്പാക്കിയ ആദ്യ നിയമസഭ ഏതാണെന്നാണ്. ഇപ്പൊ എന്താണ് എ ഐ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് മുഖം തിരിച്ചറിയൽ ഹാജർ സംവിധാനം, അറ്റൻഡൻസ് ഹാജർ സംവിധാനം നടപ്പാക്കിയ ആദ്യ നിയമസഭ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ആന്ധ്രാപ്രദേശ് ആണ്. ഒന്നുകൂടെ പറയാം, എ ഐ മുഖം തിരിച്ചറിയൽ ഹാജർ സംവിധാനം നടപ്പാക്കിയ ആദ്യ നിയമസഭ ഏതാണ്? ആന്ധ്രാപ്രദേശിലെ നിയമസഭയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, മീററ്റ് മെട്രോയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് മീററ്റ് മെട്രോയാണ്. അടുത്ത ചോദ്യമേ, ഇന്ത്യയുടെ മൂന്നാമത്തെ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനി ഏതാണ്? ഇന്ത്യയുടെ മൂന്നാമത്തെ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, INS അരിതമൻ ആണ് കേട്ടോ, INS അരിതമൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർലെസ് മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർലെസ് മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മുംബൈയിലാണ് ആരംഭിച്ചത്. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ഏതാണ്? ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. അപ്പൊ ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ AI മനുഷ്യ മൃഗസംരക്ഷണ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ AI മനുഷ്യ മൃഗസംരക്ഷണ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, പലാമു ടൈഗർ റിസർവ് ആണ് കേട്ടോ. അപ്പൊ 18 നടക്കുന്ന പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ പഠിച്ചു വെക്കണേ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, വളരെ 100% ചോദിക്കുമെന്ന് ഉറപ്പുള്ള ചോദ്യമാണേ. അപ്പൊ ഇന്ത്യയിലെ ആദ്യ AI മനുഷ്യ മൃഗ സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? പലാമു ടൈഗർ റിസർവ് ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. യൂറോ സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ഏതാണ്? യൂറോ സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ആൻസർ ഓപ്ഷൻ ബി, ബൾഗേറിയ ആണ് കേട്ടോ. അപ്പൊ യൂറോ സ്വീകരിക്കുന്ന, അതായത് യൂറോ ഔദ്യോഗിക കറൻസി ആയിട്ട് സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. അടുത്ത ചോദ്യം, ആർട്ടിമസ് 2 ഏത് രാജ്യത്തിന്റെ ദൗത്യമാണ്? ആർട്ടിമസ് 2 ദൗത്യം ഏത് രാജ്യത്തിന്റെ ദൗത്യമാണ്? നമുക്കറിയാം, ആൻസർ ഓപ്ഷൻ ഡി, അമേരിക്കയുടെ ദൗത്യമാണ് ആർട്ടിമസ് 2 കേട്ടോ, ഓപ്ഷൻ ഡി അമേരിക്ക. അടുത്ത ചോദ്യം, 33ാമത്തെ ചോദ്യം, 2026 G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2026 G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസിൽ വെച്ചാണ് G7 ഉച്ചകോടി 2026 നടന്നത്. അടുത്ത ചോദ്യം, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1ാം സ്ഥാനമുള്ള രാജ്യം. വേൾഡ് പ്രസ്, അതായത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, നോർവേ ആണ് കേട്ടോ. നോർവേ ആണ് 1ാം സ്ഥാനത്തുള്ള രാജ്യം. അടുത്ത ചോദ്യം, 2026 സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? 2026 സന്തോഷ് ട്രോഫി ജേതാക്കൾ ആൻസർ ഓപ്ഷൻ ബി, സർവീസസ് ആണ് കേട്ടോ. 2026 സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? സർവീസസ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? 2026 നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ്. അടുത്ത ചോദ്യം, ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ചോദ്യം,
under-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? അതായത് 2026 under-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, നമ്മുടെ ഇന്ത്യ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണേ, under-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇന്ത്യ. അടുത്ത ചോദ്യം, 2020 ലോകകപ്പ് 2026 ജേതാക്കൾ ആരാണ്? 2020 ലോകകപ്പ് 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2026 എഡിഷനിലെ ജേതാക്കൾ ആരാണ്? അത് നമുക്കറിയാം, ഓപ്ഷൻ എ നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ 2020 ലോകകപ്പ് കിരീടമാണ് 2026 സ്വന്തമാക്കിയത് കേട്ടോ. അടുത്ത ചോദ്യം, 2020 ലോകകപ്പിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ മലയാളി താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ സഞ്ജു സാംസൺ ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ, 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ മലയാളി താരം ആരാണ്? സഞ്ജു സാംസൺ ആണ്. 24ഓളം സിക്സ് അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരമായതും സഞ്ജു സാംസൺ കൂടിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2026 മാർച്ചിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് ആയി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? 2026 മാർച്ചിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് ആയി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അതും നമ്മുടെ സഞ്ജു ബി സാംസൺ ആണ് കേട്ടോ. സഞ്ജു സാംസൺ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ കോൾ ടു അമോണിയ ടെക്നോളജി പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ കോൾ ടു അമോണിയ ടെക്നോളജി ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ലവൻപൂർ ഒഡീഷയാണ് കേട്ടോ. അതൊന്നും അറിഞ്ഞിരിക്കണേ, ഇന്ത്യയിലെ ആദ്യ കോൾ ടു അമോണിയ ടെക്നോളജി പദ്ധതി ആരംഭിച്ചത് ലവൻപൂർ ഒഡീഷ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സിക്കിം ആണ് കേട്ടോ, സിക്കിം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം സിക്കിം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി വിശാഖപട്ടണമാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണിന്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നത് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണാണ്. അപ്പൊ അതിന്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ് കേട്ടോ, വിശാഖപട്ടണം. അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ നൽകുന്ന അന്നപൂർണ ഫണ്ടാർ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം? എന്നോട് പറയാം, സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ നൽകുന്ന അന്നപൂർണ ഫണ്ടാർ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, പശ്ചിമ ബംഗാൾ ആണ് കേട്ടോ. ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. അപ്പൊ അന്നപൂർണ ഫണ്ടാർ പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ മാതൃക അതിർത്തി ഗ്രാമം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ മാതൃക അതിർത്തി ഗ്രാമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചുമാർ ആണ് കേട്ടോ, ചുമർ ആണ് കേട്ടോ. ഈ ചുമാർ എന്ന് പറഞ്ഞ ഗ്രാമം ലഡാക്കിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ അറിഞ്ഞിരിക്കണേ, ചുമർ ലഡാക്ക്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ മാതൃക അതിർത്തി ഗ്രാമം ചുമാർ. അടുത്തത്, 2026 ബ്രിക്സ് വിദേശമന്ത്രിമാരുടെ യോഗം നടന്നത് എവിടെയാണ്? 2026 ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ന്യൂഡൽഹിയിലാണ് കേട്ടോ, ന്യൂഡൽഹി. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിൽ ആദ്യമായി ലോ എമിഷൻ സോൺ നടപ്പാക്കാൻ ഒരുങ്ങുന്ന നഗരം? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ലോ എമിഷൻ സോൺ നടപ്പാക്കാൻ ഒരുങ്ങുന്ന നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പൂനെയാണ് കേട്ടോ, പൂനെ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ലോ എമിഷൻ സോൺ നടപ്പാക്കാൻ ഒരുങ്ങുന്ന നഗരം പൂനെ. 48ാമത്തെ ചോദ്യം, മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ജനനിയാണ് കേട്ടോ, ജനനി. പഠിച്ചു നോക്കണേ, ഓപ്ഷൻ ബി ജനനി. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ടു സർഫസ് മിസൈൽ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ടു സർഫസ് മിസൈൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, രുദ്രയാണ് കേട്ടോ, രുദ്ര 2 ആണ് കേട്ടോ. ഓപ്ഷൻ ബി രുദ്ര 2 ആണ്. 50ാമത്തെ ചോദ്യം, കിൻഡർ ഗാർഡൻ മുതൽ
പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച സംസ്ഥാനം. അതായത് നമ്മുടെ LKG KG ഇല്ലേ, കിൻഡർ ഗാർഡൻ മുതൽ PG പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ സൗജന്യ വിദ്യാഭ്യാസം അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഒഡീഷയാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കുമേ ആൻസർ ഒഡീഷയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 50 കറണ്ട് അഫയേഴ്സിന്റെ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാനും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ബാക്കിയുള്ള കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വേണം കേട്ടോ. അപ്പം ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഓൾ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്.